ഇനി വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ നിരർത്ഥകത പറഞ്ഞിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞ കാരണോ തന്നെയാണ്. നിങ്ങളെന്തിനാ അവരെ വിളിക്കുന്നത്? നിങ്ങളെ വിളി കേൾക്കാനല്ലേ? വെറും ഇങ്ങനെ കേട്ടിട്ട് അവരോട് അങ്ങനെ കടന്നുറങ്ങിയാൽ മതിയോ? നിങ്ങൾക്ക് എന്തും കിട്ടണം, ഉത്തരവും കിട്ടണ്ടേ? എന്നാൽ അത് രണ്ടും നടക്കൂല കേട്ടോ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇതിന് തർക്കിക്കുന്നത്? എവിടെയാണ്? അതും നോട്ട് ചെയ്തോളി നിങ്ങൾ. സൂറത്ത് ഫാത്തിറിലെ 13, 14 ആയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അള്ളാഹു അവിടെ പറയണം, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ അത്ര പോലും അവർക്ക് നിങ്ങളെ സഹായിക്കാനും അവരൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അവർക്ക് കഴിയില്ല. നിങ്ങൾ എന്തിനാ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? കഴിയില്ല. ഇൻ തദ്ഊഹും, നിങ്ങളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം, നിങ്ങളവരെ വിളിച്ചാൽ ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. അത്ര വളരെ ലളിതമായ പദങ്ങളാണ്. ലാ യസ്മഊ, അവർ കേൾക്കൂല. എന്ത്? ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. ഇനി വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി അഥവാ അവർ കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ കേൾക്കൂല. ഇനി വാദത്തിന് വേണ്ടി തട്ടിമുറിഞ്ഞി കേൾക്കുന്നൊക്കെയാണ് സങ്കല്പിച്ചാലോ? എന്തിനാ നിങ്ങൾ കേൾപ്പിച്ചത്? നിങ്ങൾക്ക് വല്ല സഹായവും കിട്ടാനല്ലേ? നിങ്ങളെ ആഗ്രഹം പൂവണിയാനല്ലേ? നിങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നിങ്ങളെ സഹായിക്കാനല്ലേ? അതൊന്നും നടക്കൂല. ഇനി അഥവാ അവർ കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല. അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല. തീർന്നില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങളുടെ പങ്കു ചേർക്കലിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. പരലോകത്ത് വെച്ചിട്ട് പറയും, ഇതുവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് നിന്നെ കൂടാതെ എന്ന് പറയുന്നവരല്ലേ, ഞങ്ങളറിയില്ല എന്ന് പറയും അവര്. അത് ഞങ്ങളറിയില്ല. അവരത് നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇക്കാര്യം പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുകയാണ് ആ സൂക്തം. സൂക്ഷ്മമായി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞവനായ അള്ളാഹുവിനെ പോലെ ആരും താങ്കൾക്ക് ഇതുപോലെ വിവരം പറഞ്ഞു തരുവാൻ വേറെ ആളില്ല. അള്ളാഹിന്റെ ഒരു സ്നേഹം നോക്കിയാൽ കൃത്യമായിട്ടാണ് ഞാൻ ജനങ്ങളെ നിങ്ങളോട് പറയുന്നത്. ഇതുപോലെ നിങ്ങളോട് കൃത്യവും സ്പഷ്ടവുമായിട്ട് വിവരം തരാൻ ഒരാൾ നിങ്ങൾക്കില്ല. പറയുന്നത് കേട്ടോ, വിശ്വസിച്ചോ എന്നുള്ള പറയാ. ഇതെവിടെ? സൂറത്ത് ഫാത്തിറില് 13, 14 സൂക്തങ്ങൾ. അപ്പൊ കാര്യം വളരെ ക്ലിയറാണ്. മരിച്ചുപോയവരെ വിളിക്കുന്നത് എന്തിനാണ്? അവർ കേട്ട് നമുക്ക് ഉത്തരം ചെയ്യാനാണ്. മുഹീദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് പറഞ്ഞാൽ കാവലിനാണ് ആ തേടുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ്, ആ വിളി കേട്ടിട്ട് എന്നെ കാത്തുകൊള്ളണം. മടവൂരി ഷെയ്ഖേ എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് പറഞ്ഞാൽ ആ വിളി അയാൾ കേട്ടിട്ട് എനിക്ക് അയാളൊരു മോനെയോ മോളെയോ തരണം. എൻ്റെ രോഗം ശിഫയാക്കണേ എന്ന് അള്ളാഹു അല്ലാത്തവരോട് പറയുമ്പോൾ അവർ ആ വിളി കേൾക്കണം, കേട്ടിട്ട് എൻ്റെ രോഗം ശിഫയാക്കണം. ഇത് രണ്ടും നടക്കൂല. അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയും, ഇത് രണ്ടും നടക്കൂല. ഇങ്ങനൊരു സംഗതി തന്നെ അത് ശിർക്കുമാണ്. കാരണം എന്താ പറഞ്ഞത്? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ വസീലയാക്കിയതിനെ എന്നൊന്നുമല്ല അള്ളാഹ് പറയണത്. നിങ്ങളുടെ ഈ ശിർക്കുണ്ടല്ലോ, അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പേരെന്താ? അത് ശിർക്കാണ്. ആ ശിർക്കിനെ നാളെ പരലോക കോടതിയിൽ അവർ തള്ളിക്കളയും, അവരത് നിഷേധിക്കുകയും ചെയ്യും. ഇതേ ആശയമാണ് സൂറത്തുൽ അഹ്ഖാഫിന്റെ തുടക്കത്തിലുള്ളത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ
വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു കാര്യം പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വേറെ ആരാ ഉള്ളത്? അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, ആരെയാണ് അവർ വിളിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു, അവന് ഉത്തരം കൊടുക്കാൻ കഴിയാത്തവരെ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ വിളിച്ചിട്ടൊരു കാര്യമില്ല, അവർ ഉത്തരവും ഇവർ കൊടുക്കൂല. അങ്ങനത്തെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വേറെ ആരാ ഉള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ വിളികളെ ദുആകളെ സംബന്ധിച്ചൊക്കെ അശ്രദ്ധരുമാണ്. അവരത് അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വഇദാ ഹുശിറന്നാസ്, ജനങ്ങളെയൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കാനൂ ലഹും അദാഅ, ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചവരോട് ശത്രുത കാണിക്കും, ശത്രുത പുലർത്തും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്ത ഇബാദത്തുകളെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇതൊക്കെ ഖുർആന്റെ സൂറത്തുൽ അഹ്ഖാഫിന്റെ തുടക്കത്തിൽ. സുബ്ഹാനല്ലാഹ്. ഇനി എന്താ വേണ്ടത്? വജ്രായുധം പോലത്തെ തെളിവുകളാണ് വിശുദ്ധ ഖുർആൻ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ. മനുഷ്യ മനസ്സുകളിൽ ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന വജ്രായുധത്തെക്കാൾ കടുപ്പമുള്ള വചനങ്ങളാണ് തൗഹീദിനെ സ്ഥാപിക്കാൻ അല്ലാഹ് പറഞ്ഞ്. ഇതിനെ എതിർക്കാനാണ് കൊണ്ടുവരുന്നത് പുൽക്കൊടിയേക്കാൾ മോശമായിട്ടുള്ള ആയുധങ്ങൾ. അതാണ് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, വമൻ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ പ്രമാണല്ലാന്ന്, അവന്റെ കയ്യിൽ തെളിവില്ലാന്ന്. പിന്നെ അവർക്ക് ആകെയുള്ള തെളിവെന്താ? യത്തബിഊന ഇല്ലല്ലന്ന, ഊഹങ്ങളെയല്ലാതെ അവർ പിൻപറ്റുന്നില്ല. എന്താ? അപ്പൊ അല്ലാഹ്ക്കാൻ കൊടുത്തൂടെ? അല്ലാഹ്ക്കാൻ കൊടുത്താലെന്താ? അങ്ങനെയാണ് കിട്ടിക്കൂടെ? എന്താണ്ട് കേട്ടൂടെ? എന്താ അവർക്ക് മക്കളെ തരാൻ കഴിഞ്ഞാൽ എന്താ? നിങ്ങളാണോ കണക്കാക്കുന്നത്? അല്ലാഹ്ക്കാൻ കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെയുള്ള കമ്മട്ടം കണക്കും ഊഹങ്ങളും ഇതൊക്കെ പറയാൻ, ഇതൊക്കെയാണ് അവരുടെ ആകെ കൈമുതൽ. വളരെ അതിശക്തമായ ഈ ആയത്തുകൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ കൊണ്ടുവരുന്ന തുരുപ്പ് ചീട്ടുകളാണ്. പിന്നെ ഈ ആയത്തുകൾക്കൊക്കെ എന്ത് പറയും? അതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞു മാറും. ഇപ്പറഞ്ഞതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. നാളെ പരലോകത്ത് വിഗ്രഹങ്ങളാണല്ലോ ഇപ്പൊ അവരൊക്കെ നിഷേധിക്കുക. വിഗ്രഹങ്ങളാണല്ലോ ഇപ്പൊ അവിടെ അതൊക്കെ നിഷേധിക്കുക. ഇതിന്റെ ആയത്തിൽ പറഞ്ഞു, ഈസാ അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, ഉസൈറിനെ ആരാധിക്കുന്നവർക്ക്, മലായിക്കത്തുകളെ ആരാധിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. കേവലം വിഗ്രഹങ്ങളെയല്ല. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ച് ഈ ആയത്തോതിയപ്പോൾ കാന്തപുരം മുസ്ലിയാരി ഇപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, മൗലവി അത് ഹജറുൻ, അത് ഷജറുൻ, അത് മദറുൻ, അത് കല്ലാണ്, മൺകട്ടയാണ്, മണ്ണാങ്കട്ടയാണ്. അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെയാണ് വിളിച്ചു തേടുന്നത്. പൊട്ടത്തരം പറയാ. ഈസാ അലൈഹിസ്സലാം കല്ല, ഉസൈർ അലൈഹിസ്സലാം മണ്ണാങ്കട്ടയാ. മഹാത്മാക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കും, എല്ലാവർക്കും ഇത് ബാധകമാണ്. അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ് അവർക്ക് വേണ്ട രൂപത്തിൽ അതിനാണ്ട് വളച്ച് വക്രീകരിച്ച് ദുർവ്യാഖ്യാനിക്കും, ശൈത്താൻ ഓതി കൊടുക്കും. ഇങ്ങനെ പറഞ്ഞോ ഓക്കെ. ഇനി കല്ലാണെന്ന് സങ്കല്പിക്കുക. കല്ല് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കല്ലിനെ ആരെങ്കിലും പൂജിക്കും. ആ കല്ലിന്റെ പിന്നിലൊരു സംഗതി ഉണ്ട്. ഒരു മഹാത്മാവിനെ അവർ സങ്കല്പിക്കുന്നുണ്ട്. അതിനവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനത്തെ വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ആ മണ്ടരിക്കോ അതുമുള്ള സിമെന്റിനോ അതിൽ മെറ്റലിനോ വലിയ പുണ്യൊന്നുമില്ല. അതിൽ അവരാരുടെ പേരിലാണ് ആ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ വലിയ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരു കല്ലോടെന്ന് വെച്ചാൽ അവർ പൂജിക്കൊന്നുമില്ല. അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോടുകൂടി അതിനുള്ള പുരോഹിതന്മാരും സ്വാമിമാരും പൂജാരിമാരും ഒക്കെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം. അവിടെ മുതൽക്കേ അതെന്താവുള്ളൂ? അവരുടെ ദേവനാവുള്ളൂ. അല്ല കേവലം ഒരു കരിങ്കല്ലാണ് കൊടുന്ന് വെച്ചാൽ അത് ദേവനൊന്നും ആവില്ല. അപ്പൊ മനസ്സിലായില്ലേ? അവർ പൂജിക്കണത് എന്തിനല്ല? ആ മണ്ണും കല്ലിനെയൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ അവർ നിരൂപിക്കുന്ന, അവർ സങ്കല്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയാൻ കാരണം. മറ്റുള്ളവർക്ക് നിർത്തിവെച്ച വിഗ്രഹം, നിങ്ങൾക്ക് കിടത്തി വെച്ച വിഗ്രഹം, രണ്ടും ഒന്നാണ്. അങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുമോ? വിഗ്രഹം എന്നൊക്കെയാണ് പറയണോ? ജാറത്തെ അള്ളാന്റെ റസൂലാ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്,
അള്ളാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ. വസൻ വിഗ്രഹം, ഔസാൻ. അപ്പോ വളരെ ഗൗരവം. ഈ ആയത്ത് വളരെ പ്രധാനമാണ്. ഇത് മരിച്ചോര് കേൾക്കൂല എന്ന് പഠിപ്പിക്കാൻ പറ്റിയ ആയത്തല്ല. ഇത് വിഷയം എങ്ങനെയാണ് മനസ്സിലാക്കണം. കാരണം അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ചിലർ പറയൽ. എന്ത് കണ്ടോ, ഇവർ മരിച്ചോരെ ആ വിഷയമല്ല അവിടെ പറയണത്. അല്ല, ആരപടാണെന്ന് പറഞ്ഞ്. പക്ഷെ അത് ഈ വിഷയത്തിൽ നിന്ന് കിട്ടും. ഇവരുടെ ഹൃദയത്തെ മരിച്ചവരോട് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ മരിച്ചവർക്ക് ഇവരുടെ അത്രയും കേൾവില്ല. ഇവർ ചിലപ്പോൾ പറയണത് കേട്ടേക്കും, വെറുതെ പിന്തിരിഞ്ഞു പോയേക്കും, മറ്റൊരു കേൾക്കൂല, അതിന് പ്രതികരണമൊന്നും ഉണ്ടാവുകയില്ല.